സിദ്ദിഖ്, മുകേഷ്, അടുത്തത് KB ഗണേഷ് കുമാറിലേക്കാണോ? ഓൾ ഔട്ട് ആവുന്ന സീനാണോ പ്രേംകുമാർ? അല്ല, ഈ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായൊരു കഷ്ടപ്പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സോളാർ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹം UDFൻ്റെ കൂടെ ആയിരുന്നു. അതിൽ വന്ന കേസും കാര്യങ്ങളുടെയും പേരിലാണ് ഇപ്പോൾ ഇത് എവിടെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക, ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം UDFൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുറേ വൃത്തികേടുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ LDFൽ വന്നാൽ ആ വന്ന ദിവസം മുതലുള്ള സാധനങ്ങൾക്ക് ഈ പാർട്ടിക്ക് മുന്നണിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ, പഴയതിനുണ്ടാവും എന്നൊക്കെ ഉള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കൂടെ തന്നെ ഇതിന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ഭാഗം പറയാനോ എല്ലാമാണ് ജ്യോതികുമാർ മന്ത്രിയാക്കുന്നതും പാർട്ടിയിലാക്കുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഉത്തരവാദിത്തത്തിനേക്കാൾ വലിയ സംഭവമൊന്നുമല്ല മന്ത്രി എന്നുള്ളത്, അല്ലെ MLA എന്നുള്ളതിനേക്കാൾ വളരെ വലിയ സംഭവമല്ല. ഇത് ഇൻഡിവിജ്വലായിട്ട് ഒരു മെസ്സേജ് ഉണ്ട്. ആ റിപ്പോർട്ടിൽ, ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേര് പ്രതിപാദിച്ചിരിക്കെ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അദ്ദേഹം MLA കൂടുതലാണോ മന്ത്രി എന്നുള്ളത്, അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം 2 ചർച്ചകൾ ഇന്നിപ്പോ അമ്മയും മുകേഷും നമ്മൾ എവിടെ വെച്ച് ചർച്ച ചെയ്യും? ഞങ്ങൾക്കും ഈ ബ്രേക്കിംഗ് അവേഴ്സ് കൊടുക്കുമ്പോ ആകെ 10 ഹെഡ്ലൈനൊക്കെ ഇടാൻ പറ്റും. സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ കണക്കാക്കല്ലേ. കാര്യം ഈ വാർത്തകൾ പുറത്തു വരുന്നതും സുരേഷ് ഗോപിയോടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് ഈ സഹപ്രവർത്തകരും തീറ്റയായി കാണുന്ന മാനസികാവസ്ഥയ്ക്ക് മറ്റെന്തോ പേരാണ്. പറഞ്ഞോളൂ ജ്യോതി. അതെ 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 അവിടെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അവരുടെ തൊഴിൽ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരെ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി അവരുടെ തൊഴിലിടത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടതില്ലേ? അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് സിനിമയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല, അദ്ദേഹത്തിന് സാമ്പത്തികമല്ലേ പ്രധാനം, അദ്ദേഹത്തിന്റെ തീറ്റയല്ലേ സിനിമ, ആ തീറ്റയെ കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹം അസ്വസ്ഥനാകുന്നത് സ്വാഭാവികമായ അങ്ങനെ ചോദ്യം വരില്ലേ? താങ്ക് യു ജ്യോതി. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. അതിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു ജ്യോതി, താങ്ക് യു പ്രേംകുമാർ. എനിക്കൊന്ന് അനൂപിലേക്ക് പോകണം. Debate with Arun Kumar.